ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് കുറച്ച് അല്പം കൃഷിക്കാരിയാണ്. കൃഷി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം പലപ്പോഴും ചെയ്യാറില്ല, അങ്ങനെ മടിച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു കടച്ചക്ക കുഴിച്ചിട്ടിരുന്നു. കടച്ചക്ക അറിയാം എല്ലാവർക്കും. നമ്മുടെ നാട്ടിൽ കടച്ചക്ക എന്നാണ് പറയുക. എല്ലാവരുടെ നാട്ടിൽ എങ്ങനെ പറയുന്നത് അറിയില്ല. അപ്പോൾ അതൊന്ന് വളമിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതിന് തൊട്ടടുത്ത് ചെറിയൊരു വാഴക്കന്നുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ തടസ്സമാണെന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി കുഴിച്ചിടണം. അപ്പോൾ ഇതാണ് വാഴക്കന്ന്. അതൊന്ന് മാറ്റി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിനും വളമിട്ട അതും റെഡിയാവും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു. നമ്മൾ കടച്ചക്ക അത്യാവശ്യം നല്ല ഇതിൽ വളരുന്നുണ്ട്. അപ്പോൾ കുറച്ച് വളമൊക്കെ ഇട്ട് ഒന്ന് അടിയൊക്കെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉഷാറാവുമല്ലോ. ഉമ്മുണ്ട് ഞാനുണ്ട്, അതിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ ഈ വാഴക്കന്ന് മാറ്റണം. വാഴക്കന്ന് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് കുറച്ച് വളമൊക്കെ ഇട്ടിട്ട് അതും മാറ്റി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതും ഉഷാറായിട്ടാവും. മറ്റേത് കടച്ചക്കയും ഉഷാറായിട്ട് വളരും. അപ്പോൾ നമ്മൾ അടുത്ത് എന്തെങ്കിലുമൊക്കെ തടസ്സമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ചില വാഴക്കന്നിനടുത്ത് അല്ലെങ്കിൽ തെങ്ങിൻ്റെ മുരട്ടിലൊക്കെ പല കൃഷികളുണ്ടാവും. അതൊക്കെ പറിച്ചിട്ട് കഴിഞ്ഞാൽ ഉള്ളത് നന്നായിട്ട് വളരും. ബാക്കി മാറ്റി കുഴിച്ചിട്ടാൽ മതിയല്ലോ. അതിൻ്റെ ഇടയ്ക്ക് പപ്പായ കുറച്ച് മണ്ണിട്ടു. ഇപ്പോൾ പറഞ്ഞു അതിന് മണ്ണിട്ട് അപ്പം അങ്ങനെ അതിൻ്റെ പരിപാടിയില്ല. അപ്പോൾ നാട്ടിലെ കടച്ചക്ക ഉണ്ടോ? കടച്ചക്ക നല്ലൊരു പഴമാണ്. നല്ലൊരു പഴം എന്ന് പറഞ്ഞാൽ ഉപ്പേരിയൊക്കെ വെച്ച് നല്ല ടേസ്റ്റ്, നല്ലൊരു ഔഷധമാണ്. അപ്പം നമ്മൾ കുറച്ച് വളമൊക്കെ കൊടുത്ത് പച്ചവളമാണ് ചുറ്റുഭാഗം ഇളക്കി നമ്മൾ ഇട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് മിച്ചറും പാകി വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കേടുകളൊക്കെ ഒഴിവായി കിട്ടും. എനിക്ക് കൃഷിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഉപ്പയും ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ചെയ്യണേ. അപ്പോൾ മണ്ണൊക്കെ കുറച്ചിട്ട് കൊടുത്തു. നല്ലൊരു തടായിട്ട് ചെയ്യാൻ പറഞ്ഞു ഉപ്പ. എന്നാൽ നല്ല വൃത്തിയിലും അതേപോലെ നല്ലൊരു ഉറപ്പും കിട്ടുമല്ലോ. അങ്ങനെ കുറേ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ചവിട്ടി കൊടുത്ത് നല്ല രസമാട്ടോ. ഇടയ്ക്ക് കൃഷി ചെയ്താൽ നമ്മൾ ആരോഗ്യത്തിനും അതേപോലെ ശരീരത്തിനും നല്ലൊരു ഉന്മേഷം കിട്ടും.